ട്രാഫിക് എന്ന സിനിമയ്ക്ക് ഡബ് ചെയ്തല്ലേ? ചെയ്തിട്ടുണ്ട് സാർ. സിനിമയിൽ അവരുടെ ശബ്ദം ഇല്ല റിലീസ് ചെയ്തപ്പോൾ. അല്ല, ഇല്ല എന്നല്ല സാർ. ട്രാഫിക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്തു. അപ്പോൾ അതിൽ ഇദ്ദേഹം ഒരു കുഞ്ചാക്കോ ബോബൻ ചെയ്ത ക്യാരക്ടറിന് കാർ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. ആ എക്സിക്യൂട്ടീവിൻ്റെ ഡബ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ എക്സിക്യൂട്ടീവിൻ്റെ ശബ്ദം ഞാൻ മാറ്റും എന്ന് പറഞ്ഞു. നമുക്ക് വിഷമമായി. കാരണം തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഒരു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി എനിക്ക് ചെയ്യാൻ കഴിവില്ലാത്തതാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തകളാണ് അതിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് തന്ന ഉത്തരം എനിക്ക് ഇന്ന് വരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കഥാപാത്രത്തിന് എൻ്റെ മനസ്സിലൊരു ശബ്ദമുണ്ട്, അത് നിന്റെ ശബ്ദമല്ല, ഇതുപോലുള്ള ശബ്ദമല്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. അല്ലാതെ നിനക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ആ ചെയ്തത് ശരിയാവാഞ്ഞിട്ടോ അല്ല. അതെ. അപ്പോൾ ആ ഒരു ഉപദേശം അവസാനം ഇന്ന് വരെ, ഈ നിമിഷം വരെ നമ്മൾ ഏതെങ്കിലും വോക്കിൽ നിന്നൊക്കെ പുറത്താക്കിയാലും, അല്ലെങ്കിൽ പുറത്താക്കുക മീൻസ് നമുക്ക് ശരിയായില്ല പിന്നെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും നമ്മളെ ബാധിക്കുന്നില്ല. അത് പ്രൊഫഷണലി അദ്ദേഹം നമ്മുടെ ഉള്ളിലേക്ക് അല്ല, ഒരു ഡയറക്ടറുടെ മനസ്സിൽ കാണും. കാരണം ഈ ഒരു ക്യാരക്ടറിന് ഇന്ന ശബ്ദം. അതെ, അത് ആ രാജേഷ് പിള്ള സാറിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അത് ഇന്ന് വരെ ഇപ്പൊ ബാഹുബലി ഫസ്റ്റ് പാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അനുഭവം ഉണ്ടായി സാർ. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ മകനാണ് ചെയ്തതെന്ന് പറഞ്ഞു. സെക്കൻഡ് പാർട്ട് അച്ഛന്റെ കഥാപാത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇപ്പോൾ സാറിന് അറിയാലോ, പണ്ടൊക്കെ സിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സിങ്ക് നോക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം നേരെ ഇവിടെ നമ്മുടെ രാജമൗലി സാറിന്റെ അസോസിയേറ്റിനെ വിളിച്ച് പറഞ്ഞു, ഇവര് മലയാളത്തിലും ഒരാളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്, തമിഴിൽ അങ്ങനെയല്ല, 2 പേരാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ചെയ്യണം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിൽ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. നമുക്കതിനകത്ത് വിഷമം ഉണ്ടാകുന്നില്ല. ഈ ഒരു ഉപദേശത്തിൽ നിന്ന് ഒരു കോൺട്രാസ്റ്റ് വേണമല്ലോ. അപ്പൊ അതിൽ നിന്നാണ് നമുക്കത് പഠിക്കാൻ പറ്റും സാർ. നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള, എന്നാൽ അതുപോലൊരു സിനിമയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയാണ്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു പ്രൊഫഷണലി ഉണ്ടാകുന്ന. എത്ര സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്? കൃത്യമായൊരു എണ്ണമൊന്നുമില്ല സാർ. ഞാൻ 2006 തുടങ്ങി. 2006 ജയരാജ് സാറിന്റെ അശ്വാരൂഢൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. അത് മുതൽ മാടമ്പി, മോഹൻലാൽ സാറിന്റെ സിനിമ മാടമ്പി, അതിൽ ലാൽ സാറിന്റെ ചെറുപ്പകാലം ഞാൻ ഡബ് ചെയ്തു. അതിൽ നിന്നാണ് ഇങ്ങോട്ട് എനിക്ക് ത്രൂ ഔട്ട് ആയിട്ട് വർക്ക്. കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. ഒരു 16 വർഷത്തോളം ആയി. ഇപ്പോൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാനൊരു 7 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഇപ്പോൾ ഇതുവരെ ഒരു 7-8 സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ കോവിഡിന് മുമ്പാണ് സാർ, കാറ്റിനരികെ എന്ന് പറഞ്ഞ അശോകൻ നമ്മുടെ ആക്ടർ അശോകൻ, അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ത്രൂ ഔട്ട് പോലീസ് ഓഫീസറായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ ഏതാണ് ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി? അഭിനയമാണോ അതോ? എല്ലാം കംഫർട്ടബിൾ ആണ് സീരിയസ്ലി. ഞാൻ അതെ, നമ്മൾ സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാരുടെ കൂടെ? അത് ഞാൻ ടോണി വർഗീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇപ്പോൾ ശങ്കർ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പ്രോജക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം. അപ്പോൾ അരുണിന്റെ അടുത്ത ഗമനം എങ്ങോട്ടാണ്? ഡബിങ് ഇരിക്കട്ടെ, എന്തായാലും അറിയാം. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ പ്രോജക്റ്റുകൾ ചെയ്യുന്ന, ഇപ്പം ഞാൻ ആമസോൺ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, മറഡോണ എന്ന് പറയുന്ന ബ്ലസ്ഡ് ഡ്രീംസ് എന്ന് പറഞ്ഞ ആമസോണിൻ്റെ പ്രോജക്റ്റാണ്. അതിൻ്റെ ഡബിങ് ഡയറക്ടറായിരുന്നു ഞാനാണ്. ആ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്തത് മലയാളത്തിൽ. അതുപോലെ ഇപ്പോൾ നമ്മൾ വിക്രാന്ത് റോണ എന്ന് പറയുന്ന ഒരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പ്രൊഡക്ഷനാണ്, നമ്മളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെരി ഗുഡ്. അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ കൈവച്ചില്ല? ഇല്ല സാർ. പാട്ടിൽ സാർ ഞാൻ പാടിയാൽ എനിക്ക് പാടാൻ പറ്റൂല. സാറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ 100% പാടാൻ പറ്റും. ഐ ആം ഗിവിംഗ് യു ദ പവർ, യു വിൽ സീ. സാർ പവർ എനിക്ക് തരും, പക്ഷെ എനിക്ക് പാടാൻ പറ്റില്ല. നടക്കും, നോക്കിയോ. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കും 2 പേര്. അമ്പലപ്പുഴൈ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. മതി, ജ്ഞാനസ്ഥനാണ് സാർ. ഏതായാലും പ്രൊഡക്ഷൻ കൺട്രോളർ അത് ഇതെല്ലാം വന്നു. പെട്ടെന്നൊരു ഗായകൻ വന്നില്ല എന്നുണ്ടെങ്കിൽ 4 പേര് പാടി നമുക്ക് പടം എടുക്കാമല്ലോ. അത് മതി. ഡബ്ബിംഗ് പടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ലിപ് മൂവ്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയാണ്. പക്ഷെ ഞാനൊരു
100 പാട്ടുകളെങ്കിലും മിനിമം ഞാൻ ഈ ഡബ്ബിങ് സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അതെല്ലാം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ എഴുതിയതാണ്. അന്ന് പാടുന്നതെന്ന് പറഞ്ഞാൽ ആരും ഈ ഡബ്ബിങ് സിനിമയ്ക്ക് പാടാൻ വിളിച്ചാൽ പോകത്തില്ല. കാരണം റീടേക്ക് ഇല്ല. റീടേക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ടേക്കേ ഉള്ളൂ. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റീലിട്ടിട്ട് പേപ്പർ ഇവിടെ തരും, റീൽ എവിടെ കാണും, പാടുമ്പോഴത്തേക്ക് കറക്റ്റ് ആ സിങ്കും കൂടെ നോക്കി പാടണം. ഇല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല. നമ്മൾ വെറുതെ ഈ പാട്ട് മാത്രം പാടിപ്പോയി കഴിഞ്ഞാൽ ആ സിങ്ക് ഔട്ടായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ആ സിങ്ക് കറക്റ്റായിട്ട് ആ ഫിലിമിൽ ആ നായകൻ പാടുന്ന ലിപ്പ് കറക്റ്റായിട്ട് നോക്കി, പേപ്പർ നോക്കി പാട്ട് കറക്റ്റായിട്ട് പാടണം. ചില ക്ലോസുകളൊക്കെ വരുമ്പോഴത്തേക്ക് യാറോ എന്നാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പൂവോ എന്നെഴുതും, ഇല്ലെങ്കിൽ ക്ലോസപ്പിൽ സിങ്ക് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡബ്ബിങ് സിനിമയായിട്ട് അല്ല ഇവിടെ ഇറങ്ങുന്നത്, ശരിക്കും ഒരു മലയാള സിനിമയായിട്ട് തന്നെയാണ്. എത്രയോ 3-4 വർഷം എടുത്ത് ട്രെയിൻ ഫോർ ദാറ്റ്. സാർ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിന്റെ കാര്യം പറഞ്ഞത് അതിലേക്ക് എത്തണം സാർ. ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് ഒരു കാരണം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. ഞാൻ 2006, 2008 മുതൽ അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് വരെ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും എണ്ണമറ്റ സിനിമകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സാറിന്റെ കോൺഫിഡൻസ് ആണ് ഞാൻ ഹീറോ ചെയ്യുന്നതിലേക്ക് എത്തുന്നത്. 2017 ബാഹുബലി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ഭാഗത്ത് ഞാൻ അല്ല ചെയ്തത്. 2ാം ഭാഗത്ത് വന്നപ്പോൾ ഞാൻ മകന് വേണ്ടി ചെയ്യാനാണ് ഹൈദരാബാദ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് തുടങ്ങി ഒരു വിഷ്വൽ ഇട്ടു, ഞാൻ ഇതുപോലെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ബാഹുബലി അല്ലേ? അതെ, എന്താ നിങ്ങൾ ചെയ്യൂലേ എന്നാ എന്നോട് ചോദിച്ചാൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് ഞാനിത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്താണോ പ്രവീൺ? തീർച്ചയായിട്ടും പ്രവീൺ ഹരിശ്രീ. അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ നടനാണ്. അദ്ദേഹം ദുൽഖറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓ